നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന പാഠഭാഗമാണ്. ഇതിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡയറിയാണ്. എഴുതിയിട്ടുള്ളത് ജസിന്ത കെർക്കെട്ടയാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. मैंने 20 रुपए निकालकर उसकी ओर बढ़ा दिए. यहाँ लेखिका का कौन सा मनोभाव प्रकट होता है? ഞാൻ 20 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ നീട്ടി. ഇവിടെ ലേഖികയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. अस्पताल में कतार में खड़े असहाय आदमी को 20 रुपए देकर उसकी मदद करने से अपने सहजीवों के प्रति लेखिका की समानुभूति यहाँ प्रकट होती है. ആശുപത്രിയിൽ ക്യൂവിൽ, അതായത് വരിയിൽ നിൽക്കുന്ന നിസ്സഹായനായ ഒരു വ്യക്തിക്ക് 20 രൂപ നൽകി സഹായിച്ചതിലൂടെ സഹജീവികളോടുള്ള നമ്മുടെ എഴുത്തുകാരിയുടെ സമാനുഭൂതി, അതായത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. नहीं, वह 20 ही रुपए नहीं थे. इससे आपने क्या समझा? അല്ല, അത് വെറും ഒരു 20 രൂപ മാത്രമായിരുന്നില്ല. ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എഴുതാം. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. अस्पताल की कतार में 20 रुपए न होने की वजह से असहाय खड़ा आदमी को लेखिका ने अपने हाथ से 20 रुपए निकाल कर दिया. उस आदमी के लिए वह 20 रुपए सिर्फ 20 रुपए नहीं बल्कि एक अमूल्य राहत थी. ആശുപത്രിയുടെ വരിയിൽ 20 രൂപ ഇല്ലാത്തതിനാൽ നിസ്സഹായനായി നിന്ന ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് നമ്മുടെ എഴുത്തുകാരി തൻ്റെ കയ്യിൽ നിന്ന് 20 രൂപ എടുത്തു കൊടുത്തു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ 20 രൂപ വെറും എന്താണ്, ഒരു 20 രൂപയാണോ? അല്ല, അതൊരു വിലമതിക്കാനാവാത്ത ആശ്വാസമായിരുന്നു. കാരണം ആ പൈസ ഇല്ലാതായിരുന്നു അയാൾ അവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എഴുതുന്നതിന് മുൻപ് നിങ്ങൾ ഡയറിയിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കൃത്യമായിട്ട് അറിയാനും അതേപോലെ പരീക്ഷയ്ക്ക് നന്നായി എഴുതുവാനും സാധിക്കും. ഈ ചാപ്റ്റർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. ऐसा क्यों कहा गया है? ആശുപത്രിയുടെ അകത്തും പുറത്തും ഓരോന്നിനും അതിൻ്റെതായ എന്താണ്, വ്യത്യസ്തമായ ലോകമാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ചോദ്യം. अस्पताल में आने जाने वाले अधिकांश लोग किसी न किसी रोग से पीड़ित होंगे. ആശുപത്രിയിൽ വരികയും പോകുകയും ചെയ്യുന്ന, അതായത് സന്ദർശിക്കുന്നവരിൽ ഭൂരിഭാഗവും ആളുകളും എന്തെങ്കിലും അസുഖമോ മറ്റോ ഉള്ളവരായിരിക്കും. उनके साथ आने वाले भी अपने सगे संबंधियों के ख्याल रखने में व्यस्त रहेंगे. അവരുടെ കൂടെ വരുന്നവരെന്താണ്, തങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ പരിചരിക്കുന്ന തിരക്കിലായിരിക്കും. ലേക്കിൻ
अस्पताल के बाहर की दुनिया इन परेशानियों से दूर है. പരേശാനിയ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്താണ്, അകലെയാണ്. എന്നാൽ ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ള ലോകം ഈ പ്രശ്നങ്ങളിൽ നിന്നും അകലെയാണ്. ഇവിടെ എന്താ പറയുന്നത്, ആശുപത്രിയിൽ വരും പോവും ചെയ്യുന്ന ആളുകൾ എന്താണ്, ഭൂരിഭാഗം ആളുകൾ എന്താണ്, അവർക്കൊക്കെ രോഗം ഉണ്ടായിരിക്കും. കൂടെ വരുന്ന ആളുകൾ ഇവരെ നോക്കാൻ വേണ്ടി വന്നതായിരിക്കും. പക്ഷെ എന്താണ്, ഈ ആശുപത്രിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും പുറമേയുള്ള ലോകത്തിനെ ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. इस पर अपना मत प्रकट करे. ഈ ഭൂമിയെ സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും വേറെ ഒന്നിനും രക്ഷിക്കാനാകില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം, ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. प्रेम से इंसानियत, आपसी विश्वास, सहजीवों के प्रति समानुभूति और दूसरों को विषम परिस्थितियों से बचाने का भाव आदि बढ़ जाते हैं. अगर प्रेम नहीं है तो ये अच्छाइयाँ नष्ट हो जाएगी. इसीलिए इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. സ്നേഹം കൊണ്ട് മനുഷ്യത്വവും പരസ്പര സ്നേഹവും സഹജീവികളോട് സമാനുഭൂതി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും, അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ വിഷമഘട്ടത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മനസ്സ്, ഇതെല്ലാം കൂടും എന്നാണ് പറയുന്നത്. അഗർ പ്രേം നഹി ഹൈ തോ യേ അച്ചായിയാം നഷ്ട് ഹോ ജായേഗി. സ്നേഹമില്ലെങ്കിൽ ഈ നന്മകൾ, ഈ നല്ലതെല്ലാം നശിച്ചു പോകും. ഇസിലിയേ ഇസ് ധർത്തി കോ പ്രേം കെ സിവാ ഓർ കുച്ച് നഹി ബച്ചാ സക്താ. അതുകൊണ്ട് തന്നെ സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും ഈ ഭൂമിയെ രക്ഷിക്കാനാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം. സഹി മിലാൻ കരേ, ശരിയായ വിധത്തിൽ യോജിപ്പിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യണം, യോജിപ്പിച്ചെഴുതണം. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വാക്കുകളുടെ മീനിങ് ഒക്കെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് യോജിപ്പിച്ച് എഴുതാം. കതാർ മേ ഖടേ വ്യക്തിക്കോ, വരിയിൽ നിൽക്കുന്ന വ്യക്തിക്ക്. ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ. ചായ് കെ ദുകാൻ വാലേനെ, ചായക്കടക്കാരൻ. ഇനി നാലാമത്തെ പോയിന്റ്, അസ്പതാൽ കെ ഭീതർ ഓർ ബാഹർ കി, ആശുപത്രിയുടെ അകത്തും പുറത്തും. ബഹൻ കെ പാസ് നഹി താ, സഹോദരിയുടെ അടുത്ത് ഇല്ലായിരുന്നു. 20 രൂപയെ ചാഹിയേ ഥേ, 20 രൂപ ആവശ്യമുണ്ടായിരുന്നു. ദുനിയ അലക്തി, ലോകം വേറെയാണ്. ഇനി അവസാനത്തെ പോയിന്റ്, മുജ് സേ പൈസ ന മാങ്കാത്ത, എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയില്ല എന്നതാണ്. അപ്പോൾ നമുക്കിത് യോജിപ്പിക്കാം. കതാർ മേ ഖടേ വ്യക്തിക്കോ, വരിയിൽ നിൽക്കുന്ന വ്യക്തിക്ക്, അയാൾക്ക് എന്തോ ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ. 20 രൂപയെ ചാഹിയേ ഥേ, 20 രൂപ ആവശ്യമുണ്ടായിരുന്നു. റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ അതിന് യോജിച്ചത്. ഫോട്ടോ കോപ്പി ലേനേക്കാ പൈസ, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ ആരുടെ കയ്യിലില്ലായിരുന്നു. ആരുടെ കയ്യിലാണ്? നമ്മുടെ എഴുത്തുകാരിയുടെ
അനിയത്തിയുടെ കയ്യിലല്ലേ. ബഹൻ കെ പാസ് നഹീം ഥാ, സഹോദരിയുടെ അടുത്ത് ഇല്ലായിരുന്നു. ചായ് കെ ദുകാൻ വാലേനെ, ചായക്കടക്കാരൻ. മുജ്സെ പൈസ ന മാംഗാ ഥാ, നമ്മുടെ എഴുത്തുകാരിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയില്ല, എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയില്ല. अस्पताल के भीतर और बाहर की ദുനിയ അലഗ് തീ, ലോകം ആശുപത്രിയുടെ അകത്തും പുറത്തും ഉള്ള ലോകം എന്താണ്, വേറെയാണ്, വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ കുട്ടികളും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാരണം ഈ തന്നിട്ടുള്ളത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം എല്ലാവരും തെറ്റാതെ കൃത്യമായിട്ട് എഴുതുക. അപ്പം ഇതുപോലെ തെറ്റാതെ മാർക്ക് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് റൈറ്റ് സൈഡിൽ, രണ്ടാമത്തേതിൻ്റെ ആണ്. എന്നിട്ട് ഇതേപോലെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ് എടുത്ത് തരുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ ഇത് അറിയിക്കാനും നിങ്ങൾ മറന്നു പോവരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. डायरी के आधार पर पूर्ति करें और वाक्य लिखें. ഡയറിയുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും അതേപോലെ വാക്യങ്ങൾ നിർമ്മിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലുള്ള പോയിന്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം എഴുതാം. ഇവിടെ 4 പോയിന്റ്സ് ആണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഹിംസ, ലാലച്ച്, ദയ, സമാനുഭൂതി. അപ്പോൾ നമുക്കിത് ഒരു വരിയായിട്ടും എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ എഴുതുക. പ്രേം സേ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ. പ്രേം സേ അവിശ്വാസ് ഖതം ഹോത്താ ഹെ എന്നിവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രം കണ്ടോ, സെൻറ്ററിൽ പ്രേം സേ എന്ന് കൊടുത്തിരിക്കുകയാണ്. സ്നേഹം കൊണ്ട് ഖതം ഹോത്താ ഹെ, എന്താണ് അവിശ്വാസം അവസാനിക്കും. സ്നേഹം ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുമോ? സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കും അല്ലേ. പ്രേം സേ അങ്കുരിത് ഹോത്തി ഹെ, ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ. ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. സ്നേഹം ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് മനുഷ്യത്വം ഉണ്ടാകും. അതേപോലെ ലാലച്ച്, സ്നേഹം ഉണ്ടെങ്കിൽ എന്താണ്, അത്യാഗ്രഹം ഉണ്ടായിരിക്കുമോ? സ്നേഹം കൊണ്ട് എന്താണ്, അത്യാഗ്രഹത്തിനെ ഇല്ലാതാക്കാൻ കഴിയും. ഹിംസ അതായത് ആക്രമിക്കുക, ഒരാളെ വേദനിപ്പിക്കാനും ഒരാളെ കൊല്ലാനും അറിഞ്ഞുകൊണ്ട് കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ എന്താ ഇല്ലാതെയാകും. ദയയുണ്ടാകും. അതേപോലെ സമാനുഭൂതി, ഒരാളെ സഹായിക്കാനും അയാളെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാനൊക്കെ സ്നേഹം കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഉത്തരങ്ങൾ തെറ്റാതെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. डायरी में इंसानियत का प्रभाव स्पष्ट करने वाले प्रसंग कौन कौन से है, ढूंढ कर लिखें. ഡയറിയിൽ മനുഷ്യത്വത്തിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്ന സംഭവങ്ങൾ, സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. पहले प्रसंग में लेखिका ने 20 रुपये न होने की वजह से अस्पताल की कतार में असहाय खड़े रहे आदमी की मदद की. ആദ്യത്തെ സന്ദർഭത്തിൽ ആദ്യത്തെ സംഭവം എന്തായിരുന്നു? എഴുത്തുകാരി 20 രൂപ ഇല്ലാത്തതിനാൽ ആശുപത്രിയിലെ വരിയിൽ നിസ്സഹായനായി നിന്ന ഒരാളെന്താണ് ഹെൽപ്പ് ചെയ്തു, അയാളെ സഹായിച്ചു. ഇനി രണ്ടാമത്തേത്, दूसरे प्रसंग में लेखिका की बहन के पास फोटोकॉपी लेने के लिए पैसे नहीं थे. എഴുത്തുകാരിയുടെ സഹോദരിയുടെ അടുത്ത് ഫോട്ടോ കോപ്പി എടുക്കാൻ പണം ഇല്ലായിരുന്നു. കാരണം എന്താണ്, അത് അവിടെ വന്നപ്പോൾ പൈസ ഇല്ല എന്നാർക്കും മനസ്സിലായി, ബഹന് മനസ്സിലായി അല്ലേ,
ചെറിയൊരു കുട്ടിയായിട്ടാണ് വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുകാൻദാർ पैसे के बिना फोटोकॉपी लेने को तैयार नहीं था. പണമില്ലാതെ ഫോട്ടോ കോപ്പി എടുക്കാൻ എന്താണ് കടക്കാരൻ തയ്യാറായിരുന്നില്ല അല്ലേ. തബ് പാസ് ഖടേ ഏക് ലഡ്കെ നെ ഉസ്കി ഫോട്ടോകോപ്പി കെ ബി पैसे ജമാ കർ ദിയേ. അപ്പോൾ എന്താ ചെയ്തത്, അടുത്ത് നിന്നൊരു ആൺകുട്ടി അവളുടെ ഫോട്ടോ കോപ്പിയുടെ പൈസ കൂടെ കൊടുത്തു. ഇനി മൂന്നാമത്തേത്, तीसरे प्रसंग में लेखिका ने चाय वाले से छोटे कप में चाय मांगने पर वह उसे बड़े कप में चाय देता है. ലേഖിക എഴുത്തുകാരി എന്താണ് ചെറിയ കപ്പിൽ ചായ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഈ ചായക്കടക്കാരൻ എന്താണ് വലിയ കപ്പിൽ ചായ കൊടുത്തു. കാരണം എന്താ, നമ്മുടെ എഴുത്തുകാരിയുടെ രചനകളൊക്കെ ഇയാൾ വായിക്കുന്നുണ്ടായി, ഇയാൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. बहुत जिद करने के बाद भी चाय वाला चाय का पैसा स्वीकार नहीं किया. ഒരുപാട് നിർബന്ധിച്ചിട്ടും ചായക്കടക്കാരൻ ചായയുടെ പൈസ സ്വീകരിച്ചോ? ഇല്ല. डायरी में वर्णित इन तीनों प्रसंगों में इंसानियत का प्रभाव സ്പഷ്ട രൂപ സേ ദേഖ് സക്തേ ഹേ. ഈ ഡയറിയിൽ വർണ്ണിച്ചിട്ടുള്ള ഈ 3 സന്ദർഭത്തിലും എന്താണ് നമുക്ക് മനുഷ്യത്വം കാണാൻ സാധിക്കും അല്ലേ. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ എന്താണ് വേറൊരാൾ സഹായിക്കാനുണ്ടല്ലേ. ലേഖിക ഒരാളെ സഹായിച്ചപ്പോൾ ലേഖികയുടെ സഹോദരി എന്താണ് ഒരു ആൺകുട്ടി വന്ന് സഹായിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ചോദ്യം നോക്കാം, എന്നിട്ട് ഉത്തരം നോക്കാം. हमें दूसरों से स्नेहिल व्यवहार करना है. इस विषय पर एक लघुलेख लिखे. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ ദയയോടെ പെരുമാറണം എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഒരു ചെറിയ ലഘുലേഖനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ലഘുലേഖനം, ചെറിയ ലേഖനം. അപ്പം നിങ്ങളത് തെറ്റാതെ മനസ്സിലാക്കി പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുക. അപ്പം നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. സ്നേഹിൽ വ്യവഹാർ എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. സ്നേഹ കിസി വ്യക്തി യാ ജീവ് കെ പ്രതി പസന്ത് കി ഭാവന ഹെ. ഒരു വ്യക്തിയോടോ ജീവിയോടോ ഉള്ള ഇഷ്ടമാണ് എന്ത്? സ്നേഹം. एक व्यक्ति के मन में किसी के प्रति स्नेह है तो उससे सद्व्यवहार करेगा. ഒരു വ്യക്തിയുടെ മനസ്സിൽ ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അയാളോട് നന്നായി പെരുമാറും. विषम परिस्थितियों में पड़े व्यक्ति से स्नेहपूर्ण व्यवहार करना ही इंसानियत है. പ്രതികൂലമായ സാഹചര്യത്തെ, അതായത് വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് സ്നേഹത്തോടെ പെരുമാറുന്നതാണ് മനുഷ്യത്വം. एक सामाजिक प्राणी होने के नाते मनुष्य को अपने सहजीवों से हमेशा स्नेहिल व्यवहार करना है. ഒരു സാമൂഹിക ജീവി ആയതിനാൽ മനുഷ്യനെപ്പോഴും തൻ്റെ സഹജീവികളോട് സ്നേഹപൂർവ്വം എന്താണ് പെരുമാറണം. അതായത് ഒരു മനുഷ്യരും മറ്റൊരു മനുഷ്യനോട് എന്താണ് സ്നേഹത്തോടെ പെരുമാറണം എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ കൂടെ ഉള്ളവരോടൊക്കെ എന്താണ് നല്ല സ്നേഹത്തിൽ പെരുമാറുക. നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് നമുക്ക് സ്നേഹം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. സ്നേഹിൽ വ്യവഹാർ സേ ഹം ലാലച്ച് അവിശ്വാസ് और हिंसा को मिटा सकते हैं. സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെ നമുക്ക് എന്താണ് അത്യാഗ്രഹവും അവിശ്വാസവും അക്രമവും അതേപോലെ ബാക്കിയുള്ളവരെ മനഃപൂർവ്വം നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യില്ലേ, കൊല്ലാൻ ശ്രമിക്കുക, നമ്മളല്ല ബാക്കിയുള്ള ഓരോരുത്തർ ചെയ്യില്ലേ, അതൊക്കെ എന്താണ് സ്നേഹം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിന്ന് വന്നു, അതൊരു ചെറിയ തെറ്റാണ്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ബാക്കിയുള്ള വ്യക്തികൾ, അതായത് അക്രമം ചെയ്യുന്നവർ, നമ്മൾ അക്രമം ചെയ്യുന്നില്ല, ബാക്കി അക്രമം ചെയ്യുന്നവർ, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക, ഓരോന്ന് പറയുക, നമ്മളൊരാളെക്കുറിച്ച് കുറ്റം പറയുന്നത് പോലും എന്താണ് ഒരു തെറ്റാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക.
इससे दया, സമാനുഭൂതി, വിശ്വാസ് ആദി അങ്കുരിത് ഹോത്തെ ഹേ. ഇതിലൂടെ എന്താണ്? ദയ ഉണ്ടാവും, നമുക്കൊരാളോട് സഹാനുഭൂതിയും വിശ്വാസവും എല്ലാതും എന്താ ഉണ്ടാവുക? സ്നേഹം കൊണ്ട് എല്ലാതും ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രേം കി വജഹ് സേ ഹി ധർത്തി ബച്ചി ഹുയി ഹെ. സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ഭൂമി എന്താ നിലനിൽക്കുന്നത്. സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. യഹ് സബ്സെ താക്കത്വർ മൂല്യ ഹെ. ഇത് ഏറ്റവും ശക്തമായ മൂല്യമാണ്. ഒരുപാട് മൂല്യമുള്ളതാണ് എന്ത്? സ്നേഹം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ എല്ലാ കുട്ടികളും നന്നായി എക്സാമൊക്കെ ആകുമ്പോൾ നന്നായി എഴുതി ഈ ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാതും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. പാഠം നന്നായി വായിച്ച് പഠിക്കുക കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വായിക്കാനും അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വാക്യോ പർ ധ്യാൻ ദേം, ചർച്ച കരേം ഓർ രേഖാങ്കിത ശബ്ദ കി വിശേഷത പെഹച്ചാനേ. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ച്, അതായത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചർച്ച ചെയ്യുക. ചർച്ച കരേം, ഈ ശബ്ദങ്ങളുടെ സവിശേഷത മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ. ആദ്മി ഫോൺ ലഗാനെ ലഗാ, ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി, ലോഗ് ചില്ലാനെ ലഗേ, ലഡ്കിയാം ഖേൽനെ ലഗി. ഇവിടെ ആദ്മി ഫോൺ ലഗാനെ ലഗ എന്നത് ആദ്യത്തെ സെന്റൻസ്. ആദ്മി പുല്ലിംഗം ഏകവചനമായതുകൊണ്ടാണ് ലഗ എന്ന് വന്നത്. ബഹൻ സ്ത്രീലിംഗം ആയതുകൊണ്ട് ലഗി എന്ന് വന്നു. ലോഗ് എന്നത് പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട് ലഗെ എന്ന് വന്നു. പിന്നെ ലാസ്റ്റത്തെ ലഡ്കിയാം, അത് സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് ലഗീം എന്ന് വന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ. എല്ലാ കുട്ടികൾക്കും ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നന്നായി പഠിക്കുക. ചോദ്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് നമുക്ക് ഉത്തരം എഴുതാൻ അറിയുന്നുണ്ടാവുക. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ചോദ്യങ്ങളെല്ലാം. നമ്മളെ ടെക്സ്റ്റിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാതും വരിക. അപ്പം എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക. പിന്നെ കഴിഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ നമ്മളെന്താണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി കാണുക. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. കാരണം അങ്ങനെയാണ് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇനി എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി തരാനൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലാണ് ഇടേണ്ടത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.